ഗെയ്സ്, അങ്ങനെ ഞായറാഴ്ചത്തെ സ്വിഗ്ഗിയുടെ ഏണിങ്സ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അപ്പൊ ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച നമുക്ക് തിരുവനന്തപുരം സ്വിഗ്ഗി ഓടിക്കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് ഇന്ന് നോക്കാം. അപ്പം മറക്കാതെ നിങ്ങൾ എല്ലാവരും ഇതുപോലുള്ള വീഡിയോ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാനിപ്പം നേരെ വട്ടപ്പാറ റൂമിലാണ്. റൂമിൽ നേരെ തിരുവനന്തപുരം സിറ്റി പരുത്തിപ്പാറയിലേക്കാണ് പോകുന്നത്. ഗെയ്സ്, അങ്ങനെ പരുത്തിപ്പാറ സോണിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് വണ്ടിയുടെ കിലോമീറ്റർ 80,362 കിലോമീറ്റർ ആണ് വണ്ടിയുടേത്. അപ്പൊ എന്തായാലും ഞാൻ സ്വിഗ്ഗി ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ സമയം 11:07. വരുന്ന വഴിക്ക് നാലാഞ്ചിറ പമ്പിൽ കയറിയിട്ട് 200 രൂപയുടെ പെട്രോളും അടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ തിങ്കളാഴ്ചത്തെ ദിവസം നമ്മുടെ സ്വിഗ്ഗിയോടൊപ്പമാണ്. മാക്സിമം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം തിരുവനന്തപുരത്തെ തിങ്കളാഴ്ചത്തെ സ്വിഗ്ഗിയുടെ ഏണിങ്സ്. ഗെയ്സ്, അങ്ങനെ ആദ്യത്തെ ഓർഡർ അടിച്ചത് ജ്യൂസ് ബാറിൽ നിന്നായിരുന്നു. അത് 1 കിലോമീറ്ററേ ഉള്ളൂ, 25 രൂപയ്ക്കാണ് അടിച്ചത്. അപ്പോൾ തൊട്ടടുത്താണ്, കവടിയാറാണ് കൊടുക്കേണ്ടത്. ഇതാണ് ഓർഡർ. അപ്പോൾ ജ്യൂസ് ബാറിൽ നേരെ കസ്റ്റമറിൻ്റെ അടുത്തേക്ക്. ഗെയ്സ്, അങ്ങനെ ആദ്യത്തെ ഓർഡറിന് ശേഷം പിന്നീട് ഒരു ഓർഡർ എനിക്ക് സുപ്രീം ബേക്കറിയിൽ നിന്ന് ലഭിച്ചിരുന്നു. അപ്പം ആ ഓർഡർ ലഭിച്ചത് കുടപ്പനക്കുന്നിലേക്കായിരുന്നു. ആ ഓർഡറിൽ തന്നെ ഓൾറെഡി 20 രൂപ ടിപ്പായിട്ട് ആ കസ്റ്റമർ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ എത്തിയപ്പം ഓർഡർ ചെയ്ത പുള്ളി വിദേശത്താണ് ഓർഡർ ചെയ്തത്. അവരുടെ വീട്ടിലെത്തിയപ്പം അവരുടെ അമ്മ എനിക്ക് വീണ്ടും ടിപ്പായിട്ട് 50 രൂപ കൂടി നൽകി. അപ്പൊ ഇതൊരു എന്താ പറയുന്നത്, മകന് അമ്മ കാണിച്ചു കൊടുത്ത ഒരു പാഠമാണ്. അപ്പം അമ്മ അറിയുന്നില്ല മകൻ തന്ന കാര്യം, മകൻ അറിയുന്നില്ല അമ്മ വന്നു. അപ്പൊ ഞാൻ എന്തായാലും കുടപ്പനക്കുന്നിലാണ് നിൽക്കുന്നത്. ദേ എന്റെ പുറകിൽ നിന്ന് കാണാൻ പറ്റും. കുടപ്പനക്കുന്ന് എന്ന് പറഞ്ഞാൽ അറിയാത്ത മലയാളികൾ ആരും കാണത്തില്ല. ദൂരദർശനാണ് ആ കാണുന്നത്, ദൂരദർശന്റെ സിഗ്നൽ കിട്ടുന്ന കേന്ദ്രം. ഞാനിപ്പോ നിൽക്കുന്നത് കുടപ്പനക്കുന്നിലാണ്. കുടപ്പനക്കുന്ന് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ദൂരദർശൻ കേന്ദ്രം. ദൂരദർശൻ കേന്ദ്രത്തിന്റെ സിഗ്നൽ നൽകുന്ന ടവറാണ് ആ കാണുന്നത്. എന്തായാലും ഇനി തിരിച്ച് പേരൂർക്കടയ്ക്ക് പോയാലേ ഓർഡർ അടിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ വീണ്ടും പേരൂർക്കടയിലേക്ക്. ഗൈസ്, അങ്ങനെ അവസാനം ഉച്ചയായി, ഏകദേശം 2 മണിയോളമായി. ഇപ്പം ഓർഡർ അടിച്ചത് ലുലു മോളിലാണ്. ഇതാണ് ലുലു മോള്. അപ്പോൾ ലുലു മോളിന്റെ ബാക്ക് സൈഡിൽ കൂടെ ആണ് ഡെലിവറി ബോയ്സിന് കയറി പോകാൻ പറ്റിയ സ്ഥലം. ഇനി നേരെ ലുലു മോളിന്റെ അകത്തേക്കാണ് പോകുന്നത്. ഇതാണ് ലുലു മോളിന്റെ അകത്തേക്ക് ഡെലിവറി ബോയ്സും ലുലു മോളിന്റെ സ്റ്റാഫുകളൊക്കെ വരുന്നത്. കസ്റ്റമേഴ്സ് വരുന്നത് മെയിൻ എൻട്രൻസ് വഴിയാണ്. ഈ എൻട്രൻസിനകത്തൂടെ വേണം ലുലു മോളിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ. അപ്പൊ ഞാൻ ഓർഡർ എടുക്കാൻ വന്നത് ലുലു മോളിന്റെ അകത്താണ്. ഈ അമ്മോനെ ഒരു രക്ഷയില്ല. ഇത് മോളിന്റെ അകമാണ്. അപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് അത്ര തിരക്കാണ്. വലിയ ഓഫറുകളും കാര്യങ്ങളൊക്കെയാണ് ലുലു മോൾ ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. അതെ, എനിക്ക് ഓർഡർ എടുക്കേണ്ടത് ടേക്ക് അവേ. ഇവിടെയാണ് ലുലു മോളിന്റെ ടേക്ക് അവേ. അപ്പം ലുലു മോളിൽ നിന്ന് ഞാൻ ഓർഡർ എടുത്ത് നീ കൊടുക്കേണ്ടത് ലുലു മോളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ക്രിസ്മസ് ആയതുകൊണ്ട് തിരക്ക് കണ്ടില്ല, എത്രത്തോളം തിരക്കാണ് ലുലു മോളിന്റെ അകത്തേക്ക്. ആളുകളെല്ലാം ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോവാണ്. ട്രിവാൻഡ്രം ലുലു ആണ്. ഗെയ്സ്, അങ്ങനെ ഉച്ചക്കലത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇന്നത്തെ ഷിഫ്റ്റില് 333 രൂപയ്ക്കാണ് ഓടിയത്. തിങ്കളാഴ്ച ഓടിയത് 331, ഞായറാഴ്ച ഇതിലും ശോകമായിരുന്നു. എന്തായാലും ഇന്ന് 333 എന്ന സംഖ്യയിലെത്തി. അപ്പോൾ അടുത്ത 4 മണിക്കുള്ള ഷിഫ്റ്റ് തുടങ്ങുകയാണ്. ഇനി 4 മുതൽ 7 മണി വരെയാണ് ഷിഫ്റ്റ്. ഓൾറെഡി ഞാനിപ്പം അരമണിക്കൂർ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം 4:30യുടെ ഷിഫ്റ്റ് ഇനി ഓപ്പൺ ചെയ്യുവാണ്. അപ്പം നമുക്ക് നോക്കാം 4:30 മുതൽ 7 വരെയുള്ള ഷിഫ്റ്റിൽ എത്രത്തോളം ഓർഡർ ലഭിക്കും, എത്രത്തോളം ഏണിങ്സ് ഉണ്ടാകും എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഞായറാഴ്ചത്തെ കാട്ടി കുറച്ചുകൂടി മെച്ചം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇന്ന്. എന്തായാലും നമുക്ക് നോക്കാം. ഗൈസ്, അങ്ങനെ രണ്ടാമത്തെ ഷിഫ്റ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കിംസ് ഹോസ്പിറ്റലിന്റെ അടുത്താണ്. ഇവിടെ നിന്ന് എനിക്ക് അടുത്ത ഓർഡർ അടിച്ചത് ലുലു മോളാണ്. 11 കിലോമീറ്റർ 75 രൂപയ്ക്കാണ് അടിച്ചിരിക്കുന്നത്. 15 രൂപ സർജിയോട് കൂടി. അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്രിസ്മസ് ആണ്. ഇപ്പം 7:10 ഫസ്റ്റ് ഓർഡറാണ്. ഈ 3 ഓർഡർ എടുത്താലേ എനിക്ക് ഇൻസെൻറ്റീവ് കിട്ടത്തുള്ളൂ. പക്ഷേ ഈ 11 കിലോമീറ്റർ പോകുന്നതിന് ചിലപ്പോൾ ഒരു 20 മിനിറ്റ് മതിയായിരിക്കും. പക്ഷെ ഇവിടുന്ന് ഞാൻ ലുലു മോളിൽ എത്താൻ അരമണിക്കൂറോളം വേണ്ടി വരും. പക്ഷേ പോവാതിരിക്കാനും പറ്റില്ല. അപ്പം ലാസ്റ്റ് ഷിഫ്റ്റ് ആണ്. ഇപ്പം ഏകദേശം ഏണിങ്സ് 500 രൂപയോളം എത്തിയിട്ടുണ്ട്. ഇനി നേരെ ലുലു മോളിലേക്ക്. ഗൈസ്, അങ്ങനെ ലുലു മോളിൽ നിന്ന് എടുത്ത ഓർഡർ ഇപ്പോഴാണ് ഡെലിവറി ചെയ്തത്. ഒരു ഓർഡർ എടുക്കാൻ പോയി, ഒരു ഓർഡർ അടിച്ച്, 2 ഓർഡർ അടിച്ച്. അപ്പോൾ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടായി. ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വർഷമായി സ്വിഗ്ഗി ഓടാൻ വന്നിട്ട്. അപ്പോൾ ഒരു മേഡം ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്ത് പറ്റി താമസിക്കും. ഞാൻ പറഞ്ഞു മേഡം ഇതുപോലെ ലുലു മോളിലാണ് ഓർഡർ എടുക്കാൻ പോയത്. അപ്പോൾ ട്രാഫിക് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, പതുക്കെ വന്നാൽ മതി എന്നാ മേഡം പറഞ്ഞു.
അവിടെ ചെന്നപ്പം 200 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഇത് വെച്ചോളാം. നമ്മൾ അയ്യോ ഇത്ര പൈസയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അല്ല ഇത് എൻ്റെ സന്തോഷത്തിന് തരുവാണെന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ 4 വർഷമായി ഞാൻ സ്വിഗ്ഗി ഓടാൻ തുടങ്ങിയിട്ട്. ഈ 4 വർഷത്തിൽ ആദ്യമായിട്ടാണ് 200 രൂപ ഒരാൾ ടിപ്പായിട്ട് തരുന്നത്. രാവിലെ ഒരു 50 രൂപയും കിട്ടി. അങ്ങനെ ഈ 4 വർഷത്തിൽ ആദ്യമായിട്ട് 250 രൂപ ഇന്ന് ടിപ്പ് കിട്ടി. അപ്പം കുറവങ്കോണത്താണ് ലാസ്റ്റ് ഓർഡർ കൊടുത്തത്. ആ ഓർഡർ കൊടുത്തതിന് ശേഷം ഇപ്പൊ വീണ്ടും കുറവങ്കോണത്ത് തന്നെ ഒരു 2 ഡബിൾ ഓർഡർ കൂടി അടിച്ച് ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് ഏകദേശം 10:30 ആവും. ഏണിങ്സ് 600 620 അത്രേ എത്തിയിട്ടുള്ളൂ. 600 രൂപ എത്തിയിട്ടുള്ളൂ ഏണിങ്സ്. എന്തായാലും ശോകം തന്നെയാണ്. ലുലുമോളിൽ പോയതാണ് എൻ്റെ 2 മണിക്കൂർ പോയി, അതുകൊണ്ടാണ്. എന്തായാലും അങ്ങനെ ഇന്നത്തെ ഓട്ടം അവസാനിപ്പിച്ചു. 10 മണിക്കൂർ 48 മിനിറ്റ്. ഏണിങ്സ് 739. അപ്പം ഇൻസെൻറ്റീവ് 245 ചേർത്താൽ പോലും 1000 തികയത്തില്ല. ഇതൊക്കെയാണ് തിങ്കളാഴ്ചത്തെ ഈ അവസ്ഥ. എന്തായാലും ഈ ചാനൽ ഇഷ്ടപ്പെട്ട, ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. കാരണം നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് എൻ്റെ ഉള്ള ആളുകളുടെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്. ഇനി ക്രിസ്മസിന് ശേഷം വീണ്ടും കാണാം.